ഗുഡ് മോർണിംഗ് കുട്ടികളെ. നമുക്ക് ഇന്നിവിടെ റീഗൽ ആക്മി കോളേജിന്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. കെമിസ്ട്രി ക്ലാസ് ആണ് നാം ഇന്നിവിടെ എടുക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് കെമിസ്ട്രിയിലെ ഫോർത്ത് ചാപ്റ്ററിന്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിനു മുമ്പ് ഫസ്റ്റ് പാർട്ടിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് കുട്ടികൾ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ കഴിവുന്ന വിധം ഞാൻ എന്ത് ചെയ്തു അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്തെങ്കിലും കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നോക്കിക്കോളൂ. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പഠിച്ചു കെമിസ്ട്രിയുടെ ചാപ്റ്റർ 4 കെമിക്കൽ ബോണ്ടിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്ത് ചെയ്തു പഠിച്ചായിരുന്നു അല്ലെ. അപ്പോൾ അതിൽ കുറച്ച് ബോണ്ടൊക്കെ നമ്മൾ പഠിച്ചു. എന്താണ്? അയോണിക് ബോണ്ട് പഠിച്ചു, കോവാലന്റ് ബോണ്ടൊക്കെ പഠിച്ചു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അന്ന് ഒരു ചെറിയ പോർഷനാണ് എടുത്ത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നെക്സ്റ്റ് അടുത്ത പോർഷനിലോട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്, നമ്മൾ കോവാലന്റ് ബോണ്ടിൽ തന്നെ നമ്മൾ കുറെ പാരാമീറ്റേഴ്സ് നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, അതായത് ബോണ്ട് പാരാമീറ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ബോണ്ട് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് റഫായിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ്ങിന്റെ വേറൊരു പോർഷനായ ഏതാണ്, ബോണ്ട് പാരാമീറ്റേഴ്സ് ആണ്. ഇതിന്റെ കുറച്ച് പോർഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തു. ബോണ്ട് നമ്മൾ എന്തെടുത്തിട്ടുണ്ടായിരുന്നു, ബോണ്ട് ഓർഡേഴ്സ് ഒക്കെ എടുത്തു. എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ഇതിലെ ബോണ്ട് പാരാമീറ്റേഴ്സിന് നമുക്ക് പെട്ടെന്ന് പറയാനായിട്ടുള്ളത് 4 പോയിന്റ് ആണ്. എന്താണ്? ബോണ്ട് ഓർഡേഴ്സ് ഉണ്ട്, ബോണ്ട് ലെന്ത്, ബോണ്ട് ആംഗിൾ ആൻഡ് ബോണ്ട് എൻതാൽപ്പി. ഇപ്പൊ ഇത്രയും പോർഷൻസ് ആവുമ്പോൾ നമുക്ക് എന്താണ്, ബോണ്ട് പാരാമീറ്റേഴ്സിലുള്ള 4 പോർഷൻസ് ആവും. ഏതൊക്കെയാണ്? ഫസ്റ്റ് ബോണ്ട് ഓർഡർ, നെക്സ്റ്റ് ബോണ്ട് ലെന്ത്, ബോണ്ട് ആംഗിൾ ആൻഡ് ബോണ്ട് എൻതാൽപ്പി. എന്താണ് ബോണ്ട് ഓർഡർ? നിങ്ങൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ബോണ്ട് ഓർഡർ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? സിംഗിൾ ബോണ്ട് രൂപത്തിൽ ചെയ്യാം. അതിനെന്ത് പറയുന്നത്? സിഗ്മ ബോണ്ട് ഇല്ലേ. രണ്ടാമത്തെ ഡബിൾ ബോണ്ട് ഏതാ? പൈ ബോണ്ട്. അടുത്ത ട്രിപ്പിൾ ബോണ്ട്. അങ്ങനെ 3 ബോണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോണ്ട് ഓർഡർ ഫോം ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു, ബോണ്ടിന്റെ ഓർഡർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അത് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ഒന്ന് അറിഞ്ഞുകൂടാത്ത കുട്ടികൾ കഴിഞ്ഞത്തെ വീഡിയോ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ കണ്ടു നോക്കുക. നമ്മൾ ലാസ്റ്റ് അതാണ് പഠിച്ച് നിർത്തിയത് അല്ലെ, സിഗ്മ പൈ ബോണ്ട് അല്ലെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത് നമ്മൾ ബോണ്ട് ലെന്ത്. എന്താണ് ബോണ്ട് ലെന്ത്? നമുക്കറിയാം, 2 ആറ്റംസ് തമ്മിലാണ് എന്തോന്ന് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു, മോളിക്യൂൾസ് ഫോം ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലെ. അപ്പോ 2 ആറ്റംസ് തമ്മിൽ ഫോം ചെയ്യുമ്പോൾ അതിന് തമ്മിലുള്ള റേഡിയസ്, നിങ്ങൾക്കറിയാം, ഒരു ഓക്സിജൻ ആറ്റം അല്ലെങ്കിൽ വേറൊരു ഓക്സിജൻ ആറ്റമായിട്ട് എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, O2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് O എന്ന് പറയുന്ന ഓക്സിജൻ ആറ്റത്തിന്റെ റേഡിയസ്, അതായത് കേന്ദ്രം ഉണ്ടല്ലോ, ന്യൂക്ലിയസ്, അത് തൊട്ട് അടുത്ത ഒരു ആറ്റത്തിന്റെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ വിചാരിക്കുന്നത്? ഓവർലാപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഓക്സിജൻ ആറ്റം വേറൊരു ഓക്സിജൻ ആറ്റവുമായിട്ട് എന്ത് ചെയ്യുന്നു, ഓവർലാപ്പ് ചെയ്യുന്നു, രണ്ടുമായിട്ട് എന്ത് ചെയ്യുന്നു, കൂടിച്ചേരുന്നു അല്ലെ. ആ സമയത്ത് ഫസ്റ്റ് ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റത്തിന്റെ റേഡിയസ്, അതായത് ന്യൂക്ലിയസ് തൊട്ട് അടുത്ത ആറ്റത്തിന്റെ ന്യൂക്ലിയസ് വരെയുള്ള ആ ഒരു ലെന്തിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബോണ്ടഡ് ആറ്റം. 2 ആറ്റങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് തമ്മിലുള്ള ആ അകലത്തെ എന്ത് പറയുന്നു, ബോണ്ട് ലെന്ത് എന്ന് പറയുന്നത്. എന്താണ് ബോണ്ട് ലെന്ത് എന്ന് പറയുന്നത്? എന്താണ് ആ ഒരു ഡിസ്റ്റൻസ്, അതായത് ഓവർലാപ്പ് ചെയ്യുമ്പോൾ 2 ആറ്റങ്ങൾ തമ്മിലുള്ള എന്താണ്, ന്യൂക്ലിയസ് തമ്മിലുള്ള ആ ഒരു അകലത്തെയാണ് എന്ത് പറയുന്നത്, ബോണ്ട് ലെന്ത് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ബ്രീഫായിട്ട് പറയാൻ പറ്റുക? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബോണ്ടഡ് ആറ്റംസ് ഈസ് നോൺ ആസ് എന്താണ്, ബോണ്ട് ലെന്ത്. എന്നാ ഒരിക്കൽ കൂടെ പറയൂ, എന്താണ് ബോണ്ട് ലെന്ത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബോണ്ടഡ് ആറ്റംസ്. 2 ബോണ്ടഡ് ആറ്റം, അതിൽ ഓവർലാപ്പ് ചെയ്ത 2 ഓക്സിജൻ അല്ലെങ്കിൽ 2 ഹൈഡ്രജൻ അല്ലെങ്കിൽ 2 നൈട്രജൻ ഏതായിക്കോട്ടെ, ആ 2 ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നു, ഓവർലാപ്പ്. 2 ആറ്റങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അതെന്ത് ചെയ്യുന്നു, ഓവർലാപ്പ് ചെയ്യുന്നു അല്ലെ. അപ്പോൾ അതിന്റെ ഒരു ആറ്റവും മറ്റൊരു ആറ്റത്തിന്റെയും റേഡിയസ്, അതായത് ന്യൂക്ലിയസ് തമ്മിലുള്ള ആ ഒരു അകലത്തെയാണ് എന്ത് പറയുന്നത്, ബോണ്ട് ലെന്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ബോണ്ട് ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ 3 ഓർഡർ പഠിച്ചു, സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ബോണ്ട് ലെന്ത്. എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബോണ്ടഡ് ആറ്റംസ് നോൺ ആസ് എന്താണ്, ബോണ്ട് ലെന്ത് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ.
അപ്പൊ ഓവർലാപ്പ് ചെയ്യുന്നതാണ്, മനസ്സിലായി? ബോണ്ടിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്നതാണ്, മനസ്സിലായി? ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഡിഫറെന്റ് ആണ്, പക്ഷെ അത് എന്ത് ചെയ്യുന്നു? ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബോണ്ട് ആംഗിൾ. അതിൽ തന്നെ നമ്മൾ എഴുതുന്നത് ബോണ്ട് ആംഗിൾ ബിറ്റ്വീൻ ദ ടു ബോണ്ട്സ് ഇൻ എ മോളിക്യൂൾസ്. എന്താണ്? നമ്മൾ പറഞ്ഞ അത് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ആ തമ്മിലുള്ള അതിന്റെ ആംഗിൾ നമുക്കറിയാം. ഒരു ആംഗിൾ അല്ലെങ്കിൽ ഒരു സ്ഫിയർ എടുക്കുമ്പോൾ നമുക്കറിയാം 360 ഡിഗ്രി ആണല്ലേ. അപ്പൊ നമുക്കറിയാം ആംഗിൾ ഫോം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ 180 ഫോം ചെയ്യാൻ പറ്റും, 120 ഫോം ചെയ്യാൻ പറ്റും, 60 ഫോം ചെയ്യാൻ പറ്റും, പല ആംഗിൾ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് ഓവർലാപ്പ് ചെയ്ത ബോണ്ടഡ് ചെയ്ത രണ്ട് ന്യൂക്ലിയസ് അല്ല രണ്ട് ആറ്റംസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ അവർക്കിടയിൽ അനുഭവപ്പെടുന്ന എന്താണ്? ആംഗിൾസിനെയാണ് എന്ത് പറയുന്നത്? ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോ രണ്ട് പേന എന്ന് സങ്കല്പിക്കുക. ഈ രണ്ട് പേന എന്ത് ചെയ്തു? ഞാനാണെങ്കിൽ ദണ്ട ഇങ്ങനെ വെക്കാം നമുക്ക്, അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം, അല്ലെ? പല രീതിയിൽ നമുക്ക് വെക്കാം. ഇങ്ങനെ നേരെ നമ്മൾ വയ്ക്കുന്നതിന് എന്തെന്ന് പറയുന്നു? ലീനിയർ, അല്ലെ? ലീനിയർ മാപ്പ് എന്തെന്ന് പറയുന്നു? ബോണ്ട് ആംഗിൾ, അല്ലെ? ലീനിയർ ബോണ്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് വെക്കുന്നത്? നേരെ നമ്മൾ ഇങ്ങനെ വെക്കുന്നു. നെക്സ്റ്റ് നമ്മൾ എന്ത് വെക്കുന്നു? ചിലപ്പോൾ വേണ്ട ഇങ്ങനെ വെക്കുന്നു, അല്ലെ? ട്രയാങ്കിൾ ഷേപ്പിലോട്ട് 3 വെക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണെങ്കിൽ 180 ഡിഗ്രി എന്ന് പറയാം, അല്ലെ? അപ്പൊ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇങ്ങനെ വെക്കുന്നു, പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ആറ്റങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആംഗിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആറ്റങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? അങ്ങനെയുള്ള ആംഗിൾസിന് എന്തെന്ന് പറയുന്നു? ബോണ്ട് ആംഗിൾസ് എന്ന് പറയുന്നു. എന്താണ്? ബോണ്ട് ആംഗിൾസ് എന്ന് പറയുന്നു. ഈ ബോണ്ട് ആംഗിൾസ് നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് പല രീതിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞ ആംഗിൾ നമുക്ക് നറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഓക്സിജൻ ആറ്റം രണ്ട് ഹൈഡ്രജൻ ആറ്റവുമായിട്ട് കൂട്ടിച്ചേർന്ന് ഇവിടെ നോക്കൂ. നമുക്ക് ബോണ്ട് ആംഗിൾ എങ്ങനെയാണ് നോക്കുന്നത്? ഓക്സിജൻ ആറ്റം രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ ഇവിടെ കണ്ടോ ഒരു ആംഗിൾ ഫോം ചെയ്തു, അല്ലെ? ഒരു ആംഗിൾ, അതായത് ഒരു കോണ് എന്ത് ചെയ്തു? ഫോം ചെയ്തു. ഇതാണ് എന്തോന്ന് പറയുന്നത്? ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ബോണ്ട് ആംഗിൾ ബിറ്റ്വീൻ ടു ബോണ്ട്സ് ആറ്റം അല്ലെങ്കിൽ ടു ബോണ്ട്സ് ഇൻ എ മോളിക്യൂൾസ് ഈസ് കാൾഡ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്തു? കോവാലന്റ് ബോണ്ടിലെ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് പഠിച്ചത്. അതിൽ ഫസ്റ്റ് എന്താണ്? ബോണ്ട് ഓർഡർ. ഏതൊക്കെയാ ബോണ്ട് ഓർഡർ? സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട്, റൈറ്റ്? നെക്സ്റ്റ് വൺ ഇസ് അപ്പോൾ എന്താണ്? ബോണ്ട് ലെന്ത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബോണ്ടഡ് ആറ്റംസ്, അല്ലെ? രണ്ടിന്റെ ഡിസ്റ്റൻസ് തമ്മിലുള്ള അകലമാണ് എന്തോന്ന്? ന്യൂക്ലിയസ് തമ്മിലുള്ള അകലത്തെയാണ് എന്ത് പറയുന്നത്? ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചു ബോണ്ട് ആംഗിൾ. ബോണ്ട് ആംഗിൾ എന്താണ്? ഡിസ്റ്റൻസ് അല്ല, നമുക്ക് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ടു ബോണ്ടഡ് മോളിക്യൂൾസ് ഓർ ബോണ്ടഡ് ആറ്റംസ്. ഓക്കെ, അത് തമ്മിലുള്ള രണ്ട് ആറ്റങ്ങൾ ഓവർലാപ്പ് ചെയ്യുമ്പോൾ രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ആംഗിളിനെയാണ് എന്ന് പറയുന്നത് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മൂന്ന് മനസ്സിലായി കാണുമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ. അടുത്ത് നോക്കൂ, നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ബോണ്ട് എൻതാൽപ്പി. എന്താണ് ബോണ്ട് എൻതാൽപ്പി? അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് നമ്മൾ ഡെൽറ്റ എച്ച് അല്ലെ ഡെൽറ്റ എ എച്ച് എന്ന് പറയും. നമ്മൾ നേരത്തെ അന്നും കുറച്ച് എൻതാൽപ്പി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ലാറ്റിസ് എൻതാൽപ്പി ഒക്കെ പഠിച്ചില്ലേ നമ്മള്? അപ്പൊ അതേപോലെ തന്നെയാണ് എന്താണ് ഇപ്പൊ നമ്മളിവിടെ ബോണ്ട് എൻതാൽപ്പി. അതിൽ തന്നെ പേരിൽ തന്നെ ഉണ്ട് എന്താണ്? ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താണ്? എനർജി, അല്ലെ? അവിടെ ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ ഒരു മോളിക്യൂൾസിനെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് എന്ത് പറയുന്നത്? ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്കറിയാം ഒരു ഓവർലാപ്പ്, ഒരു ബോണ്ടിങ്ങിൽ ഏർപ്പെടുക, എനി ടൈപ്പ് ഓഫ് ബോണ്ടിങ്, അയോണിക് ബോണ്ടിങ്, ഓക്കെ, കോവാലന്റ് ബോണ്ട്, എനി അതർ ടൈപ്പ് ഓഫ് ആറ്റംസ് തമ്മിലുള്ള ഏത് ബോണ്ടിങ് ആയാലും ആ ഒരു ബോണ്ടിങ്ങിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ അല്ലെങ്കിൽ ആ ബ്രേക്കിങ്ങിന് ആവശ്യമായ അത്ര എനർജിയാണ് എന്ത് പറയുന്നത്? ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്ന എന്തിലാണ്? ഡെൽറ്റ എച്ച്, അല്ലെ? ഡെൽറ്റ എ എച്ചിലാണ് എന്തോന്ന് നമുക്ക് അതിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബോണ്ടിങ്ങിൽ ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ആ രണ്ട് മോളിക്യൂൾസിന്റെ ബോണ്ട്. നമുക്ക് ഫസ്റ്റ് ചിലപ്പോൾ സിംഗിൾ ബോണ്ട് ആയിരിക്കാം, ചിലപ്പോൾ ഡബിൾ ബോണ്ട് ആയിരിക്കാം, അഥവാ ചിലപ്പോൾ ട്രിപ്പിൾ ബോണ്ടും ആയിരിക്കാം. ഈ മൂന്ന് ബോണ്ട് ഏതായിക്കൊള്ളട്ടെ, ഞാൻ അയോണിക് ബോണ്ട് ആയിക്കോട്ടെ. അയോണിക് ബോണ്ട് എന്ന് വെച്ചാൽ എന്താ? ഷെയറിംഗ് മുഖേനയാണോ അതോ ട്രാൻസ്ഫർ ആണ്, അല്ലെ? അപ്പൊ അതിന്റെ ആയിക്കോട്ടെ. കോവാലന്റ് ബോണ്ട് ഈസ് എ ഷെയറിംഗ്. ഓക്കെ, അപ്പൊ ഏത് ബോണ്ട് ആയിക്കോട്ടെ ആ ബോണ്ടിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിനെ ബ്രേക്ക് ചെയ്യാൻ, അതിന് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായി എത്രത്തോളം എനർജി കൊടുക്കുമോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ബോണ്ട് എന്താൽപി എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രണ്ട് ഫ്രണ്ട്സ് അല്ലെ രണ്ടുപേര് ഒരുമിച്ച് നിൽക്കുമ്പോഴാണോ കൂടുതൽ ബലം കിട്ടുക, അല്ലെങ്കിൽ 3 പേര് നിൽക്കുമ്പോഴാണോ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണോ ഏറ്റവും നല്ല നമുക്ക് ഒരു സ്ട്രോങ് സ്റ്റെബിലിറ്റി വരിക? ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി വരുന്നത് എങ്ങനെയാണ്? നമ്മൾ ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല് പഠിച്ചല്ലേ? അതായത് ആദ്യം നമുക്ക് നോക്കാം, ഒരു ഫ്രണ്ട് ഒരാൾ മാത്രം നിൽക്കുന്നു, അടുത്ത ഒരു ഫ്രണ്ടും കൂടെ നിൽക്കുന്നു, നെക്സ്റ്റ് 2 കട്ടയ്ക്ക് 2 ഫ്രണ്ട്സ് ഒരാളും കൂടി നിൽക്കുന്നു, 3 പേര് നിൽക്കുകയാണ്, 3 ബോണ്ട് ഉണ്ട്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഫസ്റ്റ് ബോണ്ട് എന്ന് വെച്ചാൽ ഒറ്റ ഒരാളെ ഉള്ളു, ന്യൂക്ലിയസിന് അടുത്താണ് അല്ലെ? അപ്പൊ അതിന് അത്ര സ്റ്റെബിലിറ്റി എന്താണ്? ഇല്ല, അത്ര സ്ട്രോങ് അല്ല. പക്ഷെ അടുത്ത് നമ്മൾ പോകുമ്പോൾ ഒരു ഫ്രണ്ടും വേറൊരാളും 2 പേരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്തിരി സ്ട്രോങ് ആണ്. നമുക്ക് എന്ത് കാര്യം പറഞ്ഞാലും കട്ടയ്ക്ക് 2 പേരുണ്ട്. അപ്പോൾ ഡബിൾ ഈസ് എ സ്ട്രോങ് ആണ്. അടുത്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ ട്രിപ്പിൾ ബോണ്ടാണ്, 3 പേര് കട്ടയ്ക്ക് നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്? അത് നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന തിക്ക് ഫ്രണ്ട്സ് ആണ്. അപ്പൊ എന്താണ്? അവര് നല്ല സ്ട്രോങ് ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ 3 പേരെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ബോണ്ട് ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ നല്ല സ്റ്റെബിലിറ്റി, അതായത് ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിരിക്കുന്ന ബോണ്ട് ഏതായിരിക്കും? സ്വാഭാവികമായും ഏതാണ്? ട്രിപ്പിൾ ബോണ്ട് ആണ് അല്ലെ? ഒറ്റയ്ക്കല്ല, രണ്ടാമതല്ല, മൂന്നാമത് നിൽക്കുന്ന, അതായത് കട്ടയ്ക്ക് 3 പേര് ചേർന്ന് നിൽക്കുന്ന ബോണ്ട് ഈസ് എ സ്ട്രോങ്. അപ്പൊ നമുക്ക് ഇവിടെയും പറയാം ട്രിപ്പിൾ ബോണ്ട് ഈസ് എ സ്ട്രോങ്. അതായത് സ്റ്റെബിലിറ്റി ഏറ്റവും നന്നായിട്ടുള്ളത് ഏതിലാണ്? ട്രിപ്പിൾ ബോണ്ടിലാണ്. ഓക്കെ, നമുക്ക് സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് വരുന്ന ഏതിലാണ്? ഉള്ളതാണ്. പക്ഷെ നിങ്ങൾ നോക്കിക്കോളൂ, ഫസ്റ്റ് നമുക്കറിയാം, നമ്മൾ ബോണ്ട് എടുക്കുമ്പോഴത്തേക്ക് ട്രിപ്പിൾ ബോണ്ട് ഏറ്റവും വലുതാണ്. അതിനെക്കാട്ട് എന്താണ് ഏറ്റവും നമുക്ക് സിംഗിൾ ബോണ്ടിനെക്കാട്ടും വലുതാണ് എന്തോന്ന്? ഡബിൾ ബോണ്ടിനെക്കാട്ടും വലുതാണ് എന്തോന്ന്? ട്രിപ്പിൾ ബോണ്ട്. നമ്മളിങ്ങനെ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് പോട്ടെ, 3 പേരടങ്ങുന്നവരെ നമുക്ക് വിഭജിക്കാൻ പാടാണോ? ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളെ നമുക്ക് വിഭജിക്കാൻ പാടാണോ? 3 പേര് ട്രിപ്പിൾ ബോണ്ടിന് നമുക്ക് എന്താണ് നന്നായിട്ട് നമുക്ക് നല്ലൊരു എനർജി അല്ലെങ്കിൽ നല്ല വർക്കൗട്ട് ചെയ്താൽ ആ 3 പേര് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പിരിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ട്രിപ്പിൾ ബോണ്ട്. അതായത് സ്റ്റെബിലിറ്റി കൂടിയ ആ ബോണ്ടിന് നമുക്ക് എന്ത് ചെയ്യാം? അത്രത്തോളം എനർജി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുള്ളൂ? കട്ട് ആവത്തുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ നല്ല സ്റ്റെബിലിറ്റി കൈവരിഞ്ഞ ബോണ്ടാണ്. അപ്പൊ നമുക്ക് അത്രയും കൂടുതൽ എന്ത് കൊടുക്കണം? എനർജി കൊടുക്കേണ്ടി വരും. അങ്ങനെ എനർജി കൊടുക്കേണ്ടി വരുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമാണ്. ഹയർ എൻതാൽപി, അതായത് ഏറ്റവും കൂടുതൽ എൻതാൽപി ആവശ്യമായിട്ട് വരുന്നത് ഏതിനാണ്? ട്രിപ്പിൾ ബോണ്ടിന്. മനസ്സിലായി? അപ്പോൾ ഏറ്റവും നല്ല സ്റ്റെബിലിറ്റി ഉള്ളതും ട്രിപ്പിൾ ബോണ്ടാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എനർജി കൊടുത്ത് അതിന് എൻതാൽപി മാറ്റം, എനർജി കൊടുത്ത് അതിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് നല്ലപോലെ എനർജി അതിൻ്റെ അകത്ത് യൂസ് ആവും. അപ്പോഴേ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളതും ട്രിപ്പിൾ ബോണ്ടിനാണ്. ഓക്കെ, മനസ്സിലായി? അപ്പൊ നമ്മൾ എന്താണ് ബോണ്ട് എൻതാൽപി എന്ന് വെച്ചാൽ എന്താണ്? ഏത് തരം ബോണ്ട് ആയിക്കൊള്ളട്ടെ അതിനെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ ആ ഒരു എനർജിയാണ് എന്ത് പറയുന്നത്? ബോണ്ട് എൻതാൽപി എന്ന് പറയുന്നത്. അത് ഡിനോട്ട്സ് ചെയ്യുന്നത് ΔAH എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് മനസ്സിലാക്കാണോ എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ നോക്കൂ, ബോണ്ട് ഓർഡർ നമ്മൾ പഠിച്ചു. 3 ബോണ്ടാണ്, സിംഗിൾ, പൈ ബോണ്ട്. അടുത്ത അടുത്ത ബോണ്ട് ലെന്ത് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബോണ്ടഡ് ആറ്റംസ് ഈസ് കാൾഡ് ബോണ്ട് ലെന്ത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബോണ്ടഡ് ആറ്റംസ്, ഓവർലാപ്പ് ചെയ്ത 2 ആറ്റം. നെക്സ്റ്റ് ബോണ്ട് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ദ 2 ബോൺസ് ഇൻ എ മോളിക്യൂൾ. 2 മോളിക്യൂൾസ് തമ്മിൽ ഫോം ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ആംഗിൾ, കോണളവിനെയാണ് എന്ത് പറയുന്നത്? ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അടുത്ത ബോണ്ട് എൻതാൽപി എന്ന് വെച്ചാൽ എന്താണ്? ഏത് തരം കോവലന്റ് ബോണ്ട്, ഏത് തരം ബോണ്ട് ആയിക്കൊള്ളട്ടെ ആ ഒരു ബോണ്ടിനെ കട്ട് ചെയ്യാൻ, ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായി നമ്മൾ കുറെ എനർജി കൊടുക്കേണ്ടി വരും. അതിനെയാണെന്ന് പറയുന്നത്, ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജിനെയാണ് എന്ത് പറയുന്നത്? ബോണ്ട് എൻതാൽപി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അടുത്ത വേറൊരു ചെറിയ ടോപ്പിക് ആണെന്ന് തോന്നുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇതാണ് ഒരു സ്പെഷ്യൽ ടൈപ്പ്. നമുക്ക് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട് ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ വേറെ ഒന്നിലും നമ്മൾ അങ്ങനെ ഒരു എലമെന്റ് എടുത്ത് മോളിക്യൂൾസ് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ നോക്കൂ, ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രജനുമായിട്ട് എന്തോ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന എന്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതെന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അട്രാക്ഷൻസ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആറ്റം ബോണ്ട് ടു സ്ട്രോങ്ലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ്. ഏതാണ്? ഹൈഡ്രജൻ ഒന്നേ സ്വയമായിട്ടുള്ള എലമെന്റ്സോ അല്ലെങ്കിൽ അതിനെക്കാട്ട് ഹൈ ഇലക്ട്രോനെഗറ്റീവ് ആയ ഏതൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ലൈക്ക് ഏതൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ഇങ്ങനെയുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നു. അതായത് ഹൈഡ്രജൻ
ഹൈഡ്രജന്റെ സെയിം ആറ്റങ്ങളോ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഇലക്ട്രോ നെഗറ്റീവ് കൂടിയ സ്ട്രോങ് ആയിട്ടുള്ള ആറ്റങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നത്, ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അട്രാക്ഷൻ ആണ്. എന്തിന്റെ? ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ. എന്താണ്? ആറ്റം ബോണ്ടഡ് ടു സ്ട്രോങ്ലി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റംസ്. മനസ്സിലായോ? എന്താണ്? ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ്. എന്തോന്നിന്റെ? ഹൈഡ്രജന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ്. അത് എന്തോ ആയിട്ടാണ് സ്ട്രോങ് ആയിട്ട് ബോണ്ടിൽ ഏർപ്പെടുക? ഏതെങ്കിലും നല്ല ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റംസുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുന്നത്. ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ. മനസ്സിലായോ? ഒരിക്കൽ കൂടെ നോക്കൂ. ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അട്രാക്ഷൻസ് between hydrogen atoms bonded to strongly electronegative atoms like നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ. ഓക്കെ, അപ്പോൾ എന്താണ്? ഹൈഡ്രജൻസ് എന്തായിരുന്നു? വേറെ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ഹൈഡ്രജൻ ആറ്റംസ് ബോണ്ടഡ് ടു സ്ട്രോങ്, അതിനേക്കാൾ നല്ല സ്ട്രോങ് ഇലക്ട്രോ നെഗറ്റീവായ ആറ്റങ്ങളുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നതിനാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. അതിന്റെ തരത്തിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ. ഇന്ററുമുണ്ട്, ഇൻട്രായുമുണ്ട്. ഓക്കെ, ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതിൽ നോക്കൂ, ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് എ ഹൈഡ്രജൻ ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് മോളിക്യൂൾസ്. എന്താണ്? ഹൈഡ്രജൻ ബോണ്ട് ഈസ് ഫോംഡ്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ആ ഒരു മോളിക്യൂൾസ് കാണും. അതെന്ത് ചെയ്യുന്നുണ്ട്? അത് ഫോം ചെയ്യുന്നുണ്ട് ടു ഡിഫറെന്റ് മോളിക്യൂൾസ് ഉണ്ട്. വേറെ രണ്ട് ഇലക്ട്രോ നെഗറ്റീവ് കൂടെ സെയിം അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് മോളിക്യൂൾസുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നതിനാണ് എന്ത് പറയുന്നത്? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രജൻ ബോണ്ട് ഈസ് ഫോംഡ്, ഹൈഡ്രജൻ ഈസ് ഫോംഡ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് മോളിക്യൂൾസ്. അതാണ് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ആർ ടു ടൈപ്സ്. വിച്ച് ആർ ദേ? ഫസ്റ്റ് വൺ ഈസ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. എങ്ങനെയാണ് ഡെഫിനിഷൻ? ഹൈഡ്രജൻ ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ two different molecule is known as intermolecular hydrogen bonding, right? Next one, intramolecular hydrogen bond. That is, hydrogen bond is exist within same molecules. എന്താണ്? ഹൈഡ്രജൻ ബോണ്ട്, ഹൈഡ്രജൻ മോളിക്യൂൾസ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അതെന്താണ്? എക്സിസ്റ്റ് ചെയ്യുന്നു സെയിം എന്തോന്നുമായിട്ട്? ഹൈഡ്രജൻ ബോണ്ട് സെയിം മോളിക്യൂൾസുമായിട്ടാണ് ബോണ്ടിങ് ഹൈഡ്രജൻ ഏർപ്പെടുന്നത് എങ്കിൽ അതിനെ എന്ത് പറയുന്നു? ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നു. മനസ്സിലായി? അപ്പോൾ എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ്? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അട്രാക്ഷൻസ് in hydrogen bonded between the intra and extra electronegativity atoms like nitrogen, oxygen, fluorine. There are two types of hydrogen bonding, which are the intermolecular hydrogen bonding and intramolecular hydrogen bonding. First one is intermolecular hydrogen bonding. It is a hydrogen bond is formed between two different molecules is known as intramolecular hydrogen bonding. The next one is intramolecular hydrogen bonding. See, hydrogen bond is exist with എന്താണ്? is the same molecules is known as എന്താണ്? intramolecular hydrogen bonding. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇപ്പോ ഈ ചെറിയ ഒരു ഇതിലെന്താണ് പഠിച്ചത്? നമ്മള് പാരാമീറ്റേഴ്സ് പഠിച്ചു. ഏതിന്റെയാണ്? നമ്മുടെ ബോണ്ട്, അതായത് കോവാലന്റ് ബോണ്ടിന്റെ പാരാമീറ്റേഴ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ബോണ്ട് ഓർഡർ പഠിച്ചു, ബോണ്ട് ലെന്ത് പഠിച്ചു, അടുത്ത ബോണ്ട് ആംഗിൾ പഠിച്ചു, ബോണ്ട് എൻതാൽപ്പി പഠിച്ചു. ഓക്കെ, മനസ്സിലായല്ലോ? എന്താണ് ഒരിക്കൽ കൂടെ ഓർമ്മിച്ച്? ബോണ്ട് നമ്മൾ 2 പ്രാവശ്യം ഒന്ന് റിവൈൻഡ് ചെയ്യുന്ന നമുക്ക് എന്താണ് എപ്പോഴും എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഒരിക്കൽ കൂടെ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ. എന്താണ് ബോണ്ട് ഓർഡർ എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ എത്ര തരത്തിലുള്ള ബോണ്ട് ഓർഡർ പഠിച്ചു? സിംഗിൾ പഠിച്ചു, സിഗ്മ ബോണ്ട് പഠിച്ചു, പൈ ബോണ്ട് പഠിച്ചു. അടുത്തെന്താ പഠിച്ചത്? നമ്മള്
ട്രിപ്പിൾ ബോണ്ട് പഠിച്ചു. ഓക്കെ, അടുത്ത ബോണ്ട് ലെന്ത് നമ്മൾ പഠിച്ചു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബോണ്ടഡ് ആറ്റംസ് അല്ലെ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ബോണ്ട് ലെന്ത് എന്ന് പറയുന്നത്. ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾസ് ബിറ്റ്വീൻ ടു മോളിക്യൂൾസ് അല്ലെ, ആംഗിൾസിനാണ് പറയുന്നത് എന്താണ്? ആംഗിൾസ്. പിന്നെ അതേപോലെ ബോണ്ട് എൻതാൽപ്പിനെ ഡിനോട്ട് ചെയ്യണത് എന്തിനാണ്? ഡെൽറ്റ എ എച്ചിനെയാണ് എന്താണ്? ഡെൽറ്റ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. എൻതാൽപ്പിയുടെ അർത്ഥം തന്നെ എന്താണ്? എനർജി എന്നാണ്. ഓക്കെ, അപ്പൊ എന്താണ്? നമുക്ക് ഒരു ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജീനെയാണ് എന്ത് പറയുന്നത്? ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും പാരാമീറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ ചെറിയൊരു ഇതായിട്ട് പഠിച്ചത് എന്താണ് നിങ്ങൾക്ക്? ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് attractions between hydrogen atoms and electronegativity atoms like nitrogen, fluorine, oxygen. There are two types of hydrogen bonding, which are the intramolecular hydrogen bonding and intermolecular hydrogen atoms. That intermolecular hydrogen bonding is a hydrogen bond is formed between two different atoms is known as intermolecular hydrogen bonding. Okay, at the intramolecular hydrogen bonding is exist between the same molecules are known as intramolecular hydrogen bonding. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. എന്താണ് നമ്മൾ ഇതെല്ലാം കുറെ തിയറികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഓരോരുത്തര് പരീക്ഷണാർത്ഥം പല പല തിയറികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു? പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അടുത്ത് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് VSEPR തിയറി. എന്താ VSEPR തിയറി? എന്താണ് VSEPR തിയറി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ഷോർട്ട് ഫോം ആണ്. ഇതിന്റെ വലിയതായിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പറയുന്നതാണ് എന്താണ്? ബാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. എന്താണ് അതിന്റെ പറയുന്നത്? ബാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, VSEPR. അല്ലെങ്കിൽ നമ്മൾ ചിലർ പറയും ബെസ്പർ തിയറി എന്ന് പറയാം. ഓക്കെ, നമുക്ക് എന്താ പറയാം? VSEPR തിയറി. VSEPR തിയറിയുടെ ഫുൾ ഫോം നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. എന്താണ്? ബാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. ഈ പേരിൽ തന്നെയുണ്ട് ബാലൻസ് ഷെൽ. ബാലൻസ് ഷെൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചായിരുന്നു. എന്തായിരുന്നു ബാലൻസ് ഷെൽ എന്ന് വെച്ചാൽ? എന്താണ്? നമ്മുടെ ഒരു ആറ്റം എടുക്കുന്നത് അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റിലുള്ള ഷെല്ല്, അതായത് KLMN ഷെല്ലിലെ ഏറ്റവും അവസാനത്തെ ഷെല്ലിനെയാണ് എന്ത് പറയുന്നത്? ബാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ആ ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ പെയേഴ്സ് നമ്മൾ പറഞ്ഞു, കുറെ പെയേഴ്സ് പറഞ്ഞല്ലേ. ഒരു പെയർ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഇലക്ട്രോൺ വേണം അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള, അതായത് ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ പെയറുകളുടെ റിപ്പൾഷൻ, അകൽച്ച, വികർഷണം, ഇതിനെ കുറിച്ചൊക്കെ പറയുന്ന തിയറിയാണ് എന്തോന്ന്? ബാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. മനസ്സിലായോ? അപ്പോഴെന്താണ്? ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ ചാർജ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. നെഗറ്റീവ്. ഇലക്ട്രോണുകളുടെ അതിന്റെ ചാർജ്, അതായത് ഇലക്ട്രോണുകളുടെ വികർഷണം അല്ലെങ്കിൽ അകൽച്ച, അതിനെ കുറിച്ച് നമ്മൾ ആ ഒരു തിയറിയാണ് എന്ത് പറയുന്നത്? VSEPR തിയറി അല്ലെങ്കിൽ വെസ്പർ തിയറി എന്ന് പറയുന്നത്. ഈ ഒരു തിയറി ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്? സിഡ്വിക് ആൻഡ് പൗൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാർ രണ്ടുപേരും ചേർന്ന് 1940 ഫസ്റ്റ് അവരെന്ത് ചെയ്തു? ഈ ഒരു തിയറിയെ കൊണ്ടുവന്നു. പക്ഷെ അതിന് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴെന്ത് ചെയ്തു? കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് 1957 ആയപ്പോഴേക്കും നെഹ്ലോം ആൻഡ് ഗില്ലസ്പി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് എന്ത് ചെയ്തു? വീണ്ടും VSEPR തിയറിനെ പൂർവാധികം ശക്തിയോടെ എന്ത് ചെയ്തു? അത് കൊണ്ടുവന്ന് ബാക്കി തിയറികളെ പോലെ തന്നെ ഇവർ ഇത്ര പേര് ശ്രമിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു VSEPR തിയറി വന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം കണ്ടുപിടിച്ചത് 1940 ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്ത് ചെയ്തു? ഗില്ലസ്പിയും നെഹ്ലോം ചേർന്നിട്ട് എന്ത് ചെയ്തു? 1957 ആയപ്പോഴത്തേക്കും ആ തിയറി കൊണ്ടുവന്നു. ഏതാണ്? വെസ്പർ തിയറി അല്ലെങ്കിൽ VSEPR തിയറി എന്ന് പറയും. ഓക്കെ, ഇതില് മെയിൻ ആയിട്ട് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല്, അതായത് വാലൻസ് ഷെല്ലുകളുടെ ഇലക്ട്രോണുകളിലുള്ള അതിന്റെ ഷേപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്? അവര് കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെല്ലാം എടുക്കേണ്ടത് നിങ്ങൾ എന്താണ് എപ്പോഴും അത് ഓർമ്മിച്ച് വെച്ചിരിക്കണം. വാലൻസ് ഷെല്ല് എന്ന് പറഞ്ഞാല് അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയേഴ്സിന്റെ റിപ്പൾഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം നെഗറ്റീവ് ചാർജ് ഒക്കെ ആയിരിക്കും എന്താ നല്ലപോലെ വികർഷിക്കല്. ഒരേ ചാർജുകളാകുമ്പോൾ എന്താണ്? വികർഷിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫറെന്റ് ചാർജ് ഒക്കെ ആകുമ്പോൾ ആകർഷിക്കും. അത് തന്നെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇതിന് കുറച്ച് എന്താണ് അവർ പറഞ്ഞ ഷേപ്പിനനുസരിച്ച് വാലൻസ് ഷെല്ലിൽ നമ്മൾ അന്ന് പഠിച്ചു സബ് ഷെല്ല് വ്യത്യാസമൊക്കെ ഉണ്ട്. അതൊക്കെ കൂടെ എല്ലാം കൂടെ ചേർത്ത് ഹൈബ്രിഡൈസേഷനും എല്ലാം കൂടെ ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്
പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കിയാൽ ഒരു 2 പോസ്റ്റുലേറ്റ്സ് ആണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാല് ഒരു ഷെല്ല് നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഇലക്ട്രോണുകൾ ആകർഷിക്കുക, ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കൈവരുന്നത് എവിടെയാണ്, ഏറ്റവും അല്ലെ ന്യൂക്ലിയസിൽ നിന്ന് അകരും തോറും എന്താണ് സ്റ്റെബിലിറ്റി കൈവരുന്നുണ്ട്. അപ്പോൾ ഔട്ടർ ഷെല്ലിൽ എന്താണ് നല്ല പോലെ സ്റ്റെബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ വച്ചിട്ടുള്ള കുറച്ച് വിന്യാസങ്ങൾ, അതായത് എങ്ങനെയാണ് നമുക്ക് അതിന്റെ ഷേപ്പ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുക എന്നതാണ് ഈ തിയറിയിൽ പറയുന്നത്. നോക്കിക്കോളൂ, അതിൽ ഞാൻ ഒരു എക്സാമ്പിളോട് നമുക്ക് നോക്കാം. AB2 എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഒരു ഫോർമാറ്റ് പറഞ്ഞതേ ഉള്ളൂ. അതായത് A എന്ന് പറയുന്ന ഒരു ആറ്റവും B എന്ന് പറയുന്ന ആറ്റവും, ആ B എന്ന് പറയുന്നതിൽ 2 എന്താണ് പേരുണ്ട് അല്ലെ, 2 എണ്ണം ഉണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളതിൽ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണുകളെ വിന്യസിക്കുന്നത് AB2 ഷേപ്പിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അതിന് വേറെ ഉദാഹരണം ബെറീലിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു അത് മൂലകം ഞാൻ എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇതിൽ നമുക്ക് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നന്ന് പഠിച്ചു ബോണ്ടിന്റെ അല്ലെ, നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം. ബെറീലിയം 2 ക്ലോറിൻ ആറ്റം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ബോണ്ടിങ്ങിൽ അവരെന്ത് ചെയ്തു, ഓരോ പേര് ബോണ്ടിങ്ങിൽ അവരെന്ത് ചെയ്തു, ഏർപ്പെട്ടു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, കണ്ടോ, ഇങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ബെറീലിയവും 2 ക്ലോറിനും. അപ്പൊ എന്താണ്, ഇവിടെ 2 സിംഗിൾ ബോണ്ട് അവര് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ആംഗിൾ നമ്മൾ എടുക്കുമ്പോൾ നോക്കിയോ, നമ്മൾ പഠിച്ചു 2 ആറ്റങ്ങൾ തമ്മിലുള്ള ആംഗിൾ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ഇതിനെ 180, അതായത് ഇങ്ങനെ നേരെ വരുന്നുണ്ട് അല്ലെ, ലീനിയർ. ഇതിനെ പറയുന്ന പേര് ലീനിയർ മോളിക്യൂൾസ് എന്നാണ് പറയുന്നത്. ഇതേപോലെ നേർരേഖയിൽ വരുന്ന, അതായത് AB2 അല്ലെങ്കിൽ AX2 എന്ന് പറയുന്ന ആ ഒരു ഷേപ്പിൽ വരുന്ന എല്ലാ അതിന്റെയും മൂലകങ്ങളുടെ ഷേപ്പ് എന്തായിരിക്കും, ലീനിയർ മോളിക്യുലാർ ഷേപ്പ് ആയിരിക്കും. ഏതാണ് ലീനിയർ മോളിക്യുലർ, അതായത് ഇതേപോലെ AB2 മീൻസ് ബെറീലിയം ക്ലോറൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, നൈട്രജൻ ക്ലോറൈഡ്, ഇങ്ങനെ വരും അല്ലേ. ഒരു ആറ്റവും 2 ബോണ്ടിങ്ങിന് ഏർപ്പെട്ട 2 ആറ്റങ്ങൾ തമ്മിലുള്ള. അപ്പോൾ അങ്ങനെ വരുന്ന ഈ ഒരു ഷേപ്പിന് എന്ത് പറയുന്നത്, ലീനിയർ മോളിക്യുലർ. പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടാണ് ലീനിയർ മോളിക്യുലർ ഷേപ്പ്. ഓക്കെ, ഇത് 180 ഡിഗ്രി ആയിരിക്കും ഇതിന്റെ ആംഗിൾ വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ നോക്കൂ, AB3. ഇതിന് നമ്മൾ sp2 ഓർബിറ്റൽസ് ആണ്. ഇതിലെന്ന് വെച്ചാല് നമ്മൾ ഹൈബ്രിഡൈസേഷനിൽ കൂടുതലായിട്ട് പഠിക്കും. ഇതിൽ നമ്മൾ ആദ്യം ഞാൻ എടുത്ത് BF3 എടുത്തു, ബോറോൺ ആൻഡ് ഫ്ലൂറിൻ 2. അപ്പൊ നമുക്ക് ഇതേപോലെ എഴുതാൻ പറ്റത്തില്ല, കാരണം എന്താണ്, 3 ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. അപ്പൊ നമുക്ക് 3 എണ്ണം ചെയ്യണമെങ്കിൽ ഇങ്ങനെ പറ്റത്തുള്ളൂ അല്ലെ. അതായത് നമ്മൾ പറഞ്ഞ സെന്റർ ഓഫ് ദ ആറ്റം ഏതായിരിക്കും, 1 ഉള്ളതാണ്. എന്താണ് ഇപ്പൊ ഫസ്റ്റ് ഒന്നുള്ളതാണ്, 1-ലുള്ളതാണ് എന്താണ് സെന്റർ ഓഫ് ആറ്റം. അത് നമ്മൾ ഇതിൽ 1 ഏതാ ഉള്ളത്, ഇവിടെ നോക്കും B ബോറോൺ. എന്നാൽ നമ്മൾ ഇവിടെ നോക്കിയാൽ ബെറീലിയം അല്ലെ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന സിംഗിൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ സെന്റർ ആറ്റം ആയിട്ട് എടുത്തു. ഇവിടെ നോക്കിയോണ്ട് ബോറോൺ ഈസ് എ സിംഗിൾ ആറ്റം. അപ്പൊ അതിനടുത്ത് നമ്മൾ സെന്റർ ആറ്റത്തിൽ എടുത്തിട്ടു. അടുത്ത് ഇതിൽ ഫ്ലൂറിൻ 3 എണ്ണം ഉണ്ട്. നമുക്ക് ഇതേപോലെ എഴുതാനായിട്ട് പറ്റത്തില്ല, കാരണം 3 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 3നെ 3 അടുത്തായിട്ട് ഇരുത്തിയിരിക്കണം. അല്ലെങ്കിൽ എന്താണ് ഇവര് ശരിയാവത്തില്ല അല്ലെ, എപ്പോഴും ഭയങ്കര എന്താണ് അടി കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പൾഷൻ ഭയങ്കരത കൂടുന്നതുകൊണ്ട് 3 എണ്ണത്തിനെ 3 സ്ഥലത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇരുത്തുന്നുണ്ട്. ഇത് 2 എണ്ണമായിട്ട് നമുക്ക് 2 സൈഡിലായിട്ട്. ഇപ്പൊ അടി കൂടുന്ന 2 കുട്ടികളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 കുട്ടികളെ എടുത്ത് 2 സൈഡിൽ ഇരുത്താം, അല്ലെങ്കിൽ ഒന്ന് അങ്ങറ്റത്തിരുത്താം ഇങ്ങോട്ടത്തിരുത്താം. അതേപോലെ ഇത് 2 പേരെ പിടിച്ചിരുത്തി. നമുക്കടുത്ത് 3 പേരെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരുത്താൻ പറ്റില്ല, 2 സൈഡായിട്ട് ഇരുത്താൻ പറ്റില്ല അല്ലെ. ഒന്ന് അങ്ങോട്ട് ഇങ്ങനെ 3-4 അടുത്തായിട്ട് നമുക്ക് എന്തായാലും ഇരുത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്തു, ഫ്ലൂറിനെ ഇങ്ങനെയാണ്, നമ്മൾ 3 പേരുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് ക്രമീകരിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ക്രമീകരിക്കുമ്പോൾ നമുക്കത് പ്ലാനാർ ട്രയാങ്കിൾ ഷേപ്പിലല്ലേ വന്ന് നോക്കിയേ, കണ്ടോ, 3 ആയിട്ടാവുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ. അപ്പൊ ഇങ്ങനെ വരുന്ന, അതായത് AB3 ഷേപ്പിൽ വരുന്ന ഈ ഷേപ്പിനെ പറയുന്ന പേരാണ് എന്തെന്ന്, പ്ലാനാർ ട്രയാങ്കുലർ മോളിക്യുലാർ ഷേപ്പ്. ഏതാണ്, പ്ലാനാർ ട്രയാങ്കുലർ മീൻസ് ട്രയാങ്കിൾ 3 ആയിട്ട് വരും അല്ലെ. അപ്പൊ അതിന് നമുക്ക് പെട്ടെന്ന് ട്രയാങ്കിൾ, അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ ആദ്യത്തെ ലീനിയർ, രണ്ടാമത്തത് എന്താണ് ട്രയാങ്കുലർ ഷേപ്പ്. ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 3. ഓക്കെ, 3 എണ്ണം വരുന്നത്. അതിന്റെ ഡിഗ്രി എപ്പോഴും 120 ഡിഗ്രി ആയിരിക്കും. അവിടെ ലീനിയറിന്റെ എത്രയായിരുന്നു, 180 ആയിരുന്നു. അടുത്ത് നമ്മൾ പറഞ്ഞ പ്ലാനാർ ട്രയാങ്കുലറിന്റെ എന്താണ് 120 ആയിരിക്കും അതിന്റെ ഡിഗ്രി വരുന്ന, 3 ആയിട്ടായിരിക്കുമ്പോൾ. അടുത്ത നോക്കിയോ, AB4 അതായത് sp3 ഓർബിറ്റൽസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ഷേപ്പ് നമുക്ക് ഇങ്ങനെ 3 ആയിട്ടൊന്നും ഇരുത്താൻ പറ്റത്തില്ല, 4 ആയിട്ട് ഇരുത്തേണ്ടി വരും. അതായത് ഒരു സെൻട്രൽ ആറ്റം A എന്ന് പറയുന്ന ഏതെങ്കിലും എനി ആറ്റം ആയിരിക്കും, ഒരു സെൻട്രൽ ആറ്റം ഉണ്ട്. പിന്നെ വരുന്നത് B4 എന്ന് പറയുന്നത് 3 ആയിട്ട് നമുക്ക് 4 ആയിട്ട് നമുക്ക് ഇരുത്തേണ്ടതുണ്ട്. അപ്പോൾ 4 ആയിട്ട് നമ്മൾ ഇരുത്തും. അപ്പൊ അതിന് വേറൊരു ഷേപ്പിനെ പറയുന്ന പേരാണ് ടെട്രാഹെഡ്രൽ ഷേപ്പ്. എന്താണ് ടെട്രാഹെഡ്രൽ, അതായത് 4 ടെട്രാഹെഡ്രൽ ഷേപ്പ്. ഫസ്റ്റ് ലീനിയർ, സെക്കൻഡ് ട്രൈഗണൽ അല്ലെ, പ്ലാനാർ ട്രൈഗണൽ,
തേർഡ് ഏതാ നമ്മൾ പറയുന്നത്? ടെട്രാഹെഡ്രൽ. അതായത് AB3 ഓർബിറ്റൽസിനെ പറയുന്ന പേര്, അതായത് sp3 ഓർബിറ്റൽസിന്റെ പറയുന്ന പേര്. ആ ഒരു ഓർബിറ്റൽ വന്നാൽ നമുക്ക് എന്താണ് ഷേപ്പ് വരുന്നത്? ആ ഷേപ്പിനെ പറയുന്ന പേര് ടെട്രാഹെഡ്രൽ ഷേപ്പ്. ഏതാണ്? ടെട്രാഹെഡ്രൽ ഷേപ്പ്. ഓക്കെ, നെക്സ്റ്റ് 5 വരെ, അതായത് AB5 എന്ന് പറഞ്ഞാൽ sp3d അല്ലെ, sp3d എന്ന് പറയുന്ന ആ ഒരു ഷേപ്പിൽ വരുന്ന ആ ഒരു അതിന്റെ പേര് ട്രയാങ്കുലർ ബൈ പിരമിഡൽ ഷേപ്പ്. ഏതാണ്? ഓരോ ഷേപ്പിന്റെ പേര് പഠിച്ചു വെച്ചിരിക്കുക. അതിന്റെ ട്രയാങ്കിള് എത്രയാണ് സെൻട്രൽ ആറ്റം പോയിട്ട് വരുന്നത്, അതിന്റെ എല്ലാം ഷേപ്പ് ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ നമുക്ക് ഈ ഷേപ്പ് വരുന്നത് ഏത് ഓർബിറ്റിൽ നമ്മൾ അവസാനം ഔട്ട്ഡോർ ഹൈബ്രിഡൈസേഷൻ ഒക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, പിക്ചറൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് അത് ഏത് ഷേപ്പ് ആണെന്ന് നമുക്ക് ഉടനെ തന്നെ പിടികിട്ടും. ഓക്കെ, പെട്ടെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞ് നമ്മൾ കോൺഫിഗറേഷൻ ഒക്കെ എഴുതുമ്പോൾ ലാസ്റ്റ് ഷെല്ലിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ബാലൻസ് ഷെല്ലിൽ ഏത് ഷേപ്പ് ആണെന്ന്. sp3 ആണ്, sp ആണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം ലീനിയർ ഷേപ്പ് ആണ്. ബാലൻസ് ഷെല്ലാണ്, ഓർമ്മിച്ചോണം. അടുത്ത sp2 ഓർബിറ്റ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം ലീനിയർ എന്ന് പറയാം. sp3 ആണെങ്കിൽ എന്ന് പറയാം പ്ലാനാർ ട്രയാഗണൽ എന്ന് പറയാം. sp4 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ എന്ന് പറയാം. sp5 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? sp3d ആണെങ്കിൽ എന്ത് പറയാം? ട്രൈഗണൽ ബൈ പിരമിഡൽ എന്ന് പറയാം. എന്താണ്? ട്രൈഗണൽ ബൈ പിരമിഡ് എന്ന് പറയാം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഈസ് AB6 ഓർബിറ്റ്. അതായത് A എന്ന് പറയുന്ന ഒരു സെൻട്രൽ ആറ്റവും 6 എണ്ണം നമുക്ക് 6 പേരെ നമുക്ക് പിടിച്ചിരുത്തണം അല്ലെ. 1ഉം 2ഉം പേരെല്ലാം നമുക്ക് മാറ്റിയിരുത്തേണ്ടത് 6 പേരെ നമുക്ക് എന്തിനു മാറ്റിയിടാം? വേറൊരു ഷേപ്പ് ആയിരിക്കും വരുന്നത് അല്ലെ. തുല്യ സ്ഥാനങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഇരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സെൻട്രൽ ആറ്റത്തിൽ നിന്ന് കുറച്ച് ദൂരം ഒരാള്, അടുത്ത ഒരാൾ അങ്ങോട്ട് മാറി. അതായത് വികർഷണം, റിപ്പൽഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്ന എല്ലാവരും നമ്മൾ എന്ത് ചെയ്തു? പിടിച്ച് മാറ്റിയിരുത്തി 6 പേരെ അങ്ങോട്ട് മാറ്റിയിരുത്തുമ്പോൾ അതിന് പറയുന്ന പേര് 6 എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ. എന്താണ്? ഒക്ടാഹെഡ്രൽ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മൾ VSEP വെസ്പർ തിയറി അനുസരിച്ച് നമ്മൾ എന്താണ് ഷേപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ഡിനോട്ട്സ് ചെയ്യുന്നു പറയുന്നത്. അതായത് ഫസ്റ്റ് AB2 ഷേപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ SP ഷേപ്പ് ആണെങ്കിൽ ഒരു സബ് ഷെല്ലും ഒരു ഷെല്ലും 2 അല്ലെ SP-യും 2 ഓർബിറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ ഷേപ്പ് എന്താണ്? ലീനിയർ മോളിക്കുലർ ഷേപ്പ്. ഓക്കെ, sp2 ആണെങ്കിൽ എന്താണ്? sp2 S എന്ന് പറയുന്ന സബ് ഷെല്ലുണ്ട്, P എന്ന് പറയുന്ന 2 എണ്ണം ഉണ്ട്. അപ്പോൾ അവിടെ 3 എണ്ണം വന്നു അല്ലെ. അപ്പോഴെന്താണ്? 3 എണ്ണം വന്നു നമുക്ക്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് പ്ലാനാർ ഡ്രൈഗണൽ മോളിക്കുലർ ഷേപ്പ്. ഓക്കെ, പ്ലാനാർ ഡ്രൈഗണൽ. അടുത്ത sp3 ആണ് വരുന്നുണ്ടെങ്കിൽ എന്ത് പറയുന്നു? ടെട്രാഹെഡ്രൽ മോളിക്കുലർ ഷേപ്പ്. അടുത്ത് നോക്കൂ, sp5 ആണെങ്കിൽ ഡ്രൈഗണൽ ബൈ പിരമിഡൽ. f3 AB6 ആണ് എങ്കിൽ ഒക്ട്രാഹെഡ്രൽ ബൈ പിരമിഡ്, ഒക്ട്രാഹെഡ്രൽ മോളിക്കുലർ സ്ട്രക്ചർ. ഇതെന്ത് തിയറിക്ക് അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്? VSEP തിയറിക്ക് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ല്, അതായത് വാലൻസ് ഷെല്ലില് ലോൺ പെയേഴ്സും കാണും ബോൺ പെയേഴ്സും കാണും. എന്താണ് ലോൺ പെയേഴ്സ്, എന്താണ് ബോൺ പെയേഴ്സ്? നമ്മൾ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂൾസ് നമ്മൾ എടുക്കുമ്പോൾ ബോണ്ടിങ്ങിൽ ചേരുമ്പോൾ ലാസ്റ്റ് ഷെല്ല് നമ്മൾ നോക്കും. അത് ലാസ്റ്റ് ഷെല്ല് മറ്റൊരു ആറ്റവുമായിട്ട് ഷെയറിങ്ങിൽ ഏർപ്പെടുന്നു, കൊവാലന്റ് ബോണ്ടിൽ ഏർപ്പെടുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നു? ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ ഏർപ്പെടുന്ന ഇലക്ട്രോണുകളാണ് ബോണ്ട് പെയർ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിന് ഏർപ്പെടുന്നു. ബോണ്ട് പെയർ അല്ലാതെ ചിലത് എന്താ ഒറ്റയ്ക്കായിട്ടിരിക്കും, ലോൺലിയസ് ആയിട്ടിരിക്കും. അതിനെ പറയുന്ന പേര് ലോൺ പെയർ. മനസ്സിലായോ? അപ്പൊ എന്താണ്? വാലൻസ് ഷെല്ലില് ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോണുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ചില ഇലക്ട്രോണുകൾ മറ്റു ആറ്റങ്ങളുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഇതിനെയാണ് ബോണ്ടിങ് എന്ന് പറയുന്നത് അല്ലെ. ബോണ്ട് പെയർ അല്ല, ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ഇലക്ട്രോണുകൾ എന്ത് പറയുന്നു? ബോണ്ട് പെയർ ഇലക്ട്രോൺസ്. അല്ലാതെ വെറുതെ നമുക്കെല്ലാം സ്റ്റെബിലിറ്റി കൈവരിച്ചിട്ട് നമ്മൾ എന്താ വെറുതെ ഇരിക്കും അല്ലെ. അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇലക്ട്രോണുകളെയാണ് എന്ത് പറയുന്നത്? ലോൺ പെയർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ നടക്കുന്നത് ലോൺ പെയേഴ്സ് നമുക്കറിയാം വെറുതെ ഇരിക്കുന്ന 2 പേര് തമ്മിലായിരിക്കും എന്ത് ചെയ്യുന്ന അടി ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ നടക്കുന്നത് എന്താണ്? ലോൺ പെയേഴ്സ് തമ്മിലാണ് ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യണം? റിപ്പൽഷൻ നടക്കുന്നത്. ചുമ്മാ ഇരിക്കാൻ അടി കൂടാനുള്ള ടെൻഡൻസി കൂടും അല്ലെ. അപ്പോൾ ലോൺ പെയേഴ്സ് നല്ല റിപ്പൽഷൻ ആയിരിക്കും. പോസിറ്റീവ് ചാർജസ് 2
ഒടുവിൽ പറയുന്നത് ലോൺ പേയേഴ്സും തമ്മിൽ നല്ലതുപോലെ എന്താണ് റിപ്പൾഷൻ നടക്കുമെന്നാണ്. അതിനെക്കാട്ടും കുറവായിരിക്കും ലോൺ പേയേഴ്സ് ആൻഡ് ബോണ്ട് പേയേഴ്സ്. ചുമ്മാ ഇരിക്കുന്ന ആളും എന്തെങ്കിലും ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ആളും തമ്മിൽ കുറച്ച് റിപ്പൾഷനെ കാണത്തുള്ളൂ അല്ലെ, നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും. അതിനെക്കാട്ടും നല്ല കംഫർട്ട് സോൺ ആണ് എന്തോന്ന് ബോണ്ട് പേയേഴ്സ് ആൻഡ് ബോണ്ട് പേയേഴ്സ്. അവർക്ക് ബോണ്ടിങ്ങിൽ ഏർപ്പെടാവുന്നതുകൊണ്ട് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റിപ്പൾഷനോട്ട് ഏർപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ഇച്ചിരി കൂടെ നമുക്ക് അവരെ പിടിച്ചിരുത്താനുള്ള പിടിച്ചിരുത്താൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ ഉണ്ടാകുന്ന, ഏറ്റവും കൂടുതൽ അല്ല അടി അല്ലെങ്കിൽ റിപ്പൾഷൻ ഉണ്ടാകുന്ന ഏതൊക്കെ തമ്മിലാണ്? ലോൺ പെയർ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. പിന്നെ ഉള്ളത് ലോൺ പെയർ ആൻഡ് ബോണ്ട് പെയർ. നെക്സ്റ്റ് ലാസ്റ്റ് ബോണ്ട് പെയർ ആൻഡ് ബോണ്ട് പെയർ. മനസ്സിലായോ? അപ്പോൾ VSEPR തിയറി എന്ന് വെച്ചാൽ എന്താണ്? വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് റിപ്പൾഷൻ തിയറി ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പോസ്റ്റുലേറ്റിൽ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ പഠിച്ചു. അതിന്റെ ഷേപ്പിനനുസരിച്ച് SP ആണെങ്കിൽ ലീനിയർ ഷേപ്പ് എന്ന് പഠിച്ചു. SP2 ആണെങ്കിൽ എന്ത് പഠിച്ചു? നമ്മൾ പ്ലാനാർ ഡ്രൈഗണൽ ഷേപ്പ് എന്ന് പറഞ്ഞു. SP3 ആണെങ്കിൽ നമ്മൾ ടെട്രാഹെഡ്രൽ പഠിച്ചു. അടുത്ത SP5 ആണെങ്കിൽ ഡ്രൈഗണൽ ബൈ പിരമിഡൽ. SP3D2 ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഒക്ടാഹെഡ്രൽ ഷേപ്പ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്? VSEPR തിയറി എന്ന് പറയുന്നത്. നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്കൊരു ഹൈബ്രിഡൈസേഷന്റെ നമുക്കൊരു ചെറിയൊരു പോർഷനോട്ട് നോക്കാം. അപ്പൊ നമുക്ക് നേരത്തെ ഞാൻ ഒരു പോർഷൻ പറഞ്ഞ എന്തോന്നിന്റെ ബോണ്ട് ലെന്തിന്റെ യൂണിറ്റ് എന്താണ്? പിക്കോമീറ്റർ. ഇടയ്ക്ക് മറന്നു പോരുത്, പിക്കോമീറ്റർ. ഓക്കെ, അപ്പോ നോക്കിയോ, വാലൻസ് ഇലക്ട്രോൺ റിപ്പൾഷൻ തിയറി നമ്മൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഇതിന്റെ ആംഗിൾസ് നമ്മൾ നോക്കിയല്ലേ. ഫസ്റ്റ് നമ്മൾ ലീനിയർ പ്ലാനിന്റെ ആംഗിൾസ് എത്രയാണ്? ലീനിയർ എത്രയാണ്? 180 ഡിഗ്രി അല്ലെ. അതേപോലെ പ്ലാനാർ ഡയഗണൽ 120 ഡിഗ്രി. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ ഏതാണ് നമ്മൾ പഠിച്ചു? ലോൺ പെയർസ് ആൻഡ് ലോൺ പെയർസ് തമ്മിലാണ്. പിന്നെയാണ് ലോൺ പെയർസ് ആൻഡ് ബോണ്ട് പെയർസ്. ലാസ്റ്റ് വൺ ഈസ് ബോണ്ട് പെയർ. ഓക്കെ, അടുത്ത് നമ്മൾ ചെറുതായിട്ട് പറയുന്നത് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് നോക്കാം. പ്രോസസ് ഓഫ് ഫോമിംഗ് ന്യൂ ഓർബിറ്റൽസ് ബൈ മിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഇൻ എ പർട്ടിക്കുലർ ആറ്റം. ഹൈബ്രിഡൈസേഷൻ നമുക്കറിയാം, ഗ്രൗണ്ട് ഫ്ലോർ ഒക്കെ നമ്മളൊരു ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഗ്രൗണ്ട് സ്കെയിൽ വരയ്ക്കാറുണ്ട്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ഓർബിറ്റൽ വിന്യാസം നടത്തി അതിന്റെ ഷേപ്പ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈബ്രിഡൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഫസ്റ്റ് അവർ പറഞ്ഞിട്ടുള്ളത് ഹൈബ്രിഡൈസേഷൻ ഈസ് ദ പ്രോസസ്. എന്താണ്? ഒരു പ്രോസസ് ആണ്. എന്താണ്? ഫോമിംഗ് ഓഫ് ന്യൂ ഓർബിറ്റൽ ബൈ മിക്സിംഗ് ഓഫ് ആറ്റങ്ങൾ തമ്മിലുള്ള മിക്സിംഗ്, അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിലുള്ള പർട്ടിക്കുലർ അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിലുള്ള മിക്സിങ്ങിനെയാണ് നമ്മൾ എന്താ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ന്യൂ ഓർബിറ്റൽസ് ഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? മിക്സ് ചെയ്യണം അല്ലേ. പുതിയ ഒരു സംയുക്തം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ബോണ്ട് ചെയ്യുമ്പോൾ എന്താണ്? ഇപ്പൊ ഹൈഡ്രജനും ക്ലോറിനും അതെന്താ ഓവർലാപ്പ് ചെയ്താണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അതായത് ഒരു ഹൈഡ്രജന്റെ ആറ്റവും 2 ക്ലോറിൻ ആറ്റവും കൂടി ചേർന്ന് ഓവർലാപ്പ് ചെയ്യുമ്പോൾ വേറൊരു എലമെന്റ് ആയിട്ട് മിക്സ് ചെയ്താണ് എന്ത് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് അവർ ബോണ്ടിങ്ങിൽ ഏർപ്പെടുമ്പോൾ വേറൊരു ഷേപ്പുള്ള ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന ആറ്റം ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനെ തന്നെയാണ് എന്ത് പറയുന്നത്? നമ്മൾ കൂട്ടിക്കലർന്ന ഒരു അതിനെയാണ് പറയുന്നത് എന്താണ്? ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയും? Hybridization is the process of forming new orbitals by mixing of atomic orbital in the particular atom. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. ഓക്കെ, നമ്മളപ്പോൾ നേരത്തെ ഹൈബ്രിഡൈസേഷൻ എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ നോക്കാം, അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഹൈബ്രിഡൈസേഷന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു തിയറി ഇവിടെ പഠിക്കാനുണ്ട്. വാലൻസ് ബോണ്ട് തിയറി എന്നാണ് പേര്. അതായത് വാലൻസ് ബോണ്ട് നമ്മൾ നേരത്തെ വെസ്പർ തിയറി അല്ലെങ്കിൽ VSEPR തിയറി പഠിച്ചു. നമ്മളിപ്പോൾ നോക്കുന്നത് ഒന്ന് ജസ്റ്റ് വാലൻസ് ബോണ്ട് തിയറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തിൽ വരാം? ഹൈബ്രിഡൈസേഷനിലോട്ട് വരാം. നമുക്ക് വാലൻസ് ബോണ്ട് തിയറിയിൽ ഹെയ്ലറും ലണ്ടനും 1927 ചേർന്നിട്ടാണ് എന്ത് ചെയ്തേ? ഫോം ചെയ്തേ? വാലൻസ് ബോണ്ട് തിയറി ഫോം ചെയ്തത്. നമുക്കറിയാം ഒരു ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് ഏത് ഷെല്ലാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് എന്ന് പറഞ്ഞു അല്ലെ. ഈ തിയറി അനുസരിച്ച് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് നമുക്ക് ഫുൾഫിൽ ആയിട്ടുള്ള കുറച്ച് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലോൺ പെയർ ബോണ്ടിങ്ങിന് പങ്കെടുക്കാത്ത ഇലക്ട്രോൺസോ അല്ലെങ്കിൽ ബോണ്ടിങ്ങിന് പങ്കെടുക്കുന്ന ഇലക്ട്രോൺസോ നമുക്ക് ഫുൾഫിൽ ആയിരിക്കണം. മനസ്സിലായി? ഫുൾഫിൽ അല്ല, ഹാഫ് ഫിൽഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്ത ഒരു മോളിക്യൂലുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ പറ്റും. നമുക്കൊരു ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഇപ്പോ SP നമുക്ക് എത്ര എണ്ണം വേണം? നമുക്ക് ലാസ്റ്റ് S2
എസ് ഓർബിറ്റൽ 2 മതി ഇലക്ട്രോൺസ് അല്ലെ ഫുൾഫിൽ ആയാൻ വേണ്ടിയിട്ട്. ആ ഫുൾഫിൽ ആയ നമ്മൾ വേറൊരു ആറ്റവും കൂടെ ചേർന്ന് വന്നാൽ നമുക്ക് ഓവർലാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം, ഓരോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലും ഫുൾഫിൽ അല്ലാത്ത ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഹൈബ്രിഡൈസേഷനിലോട്ട് ഏർപ്പെടാൻ പറ്റുള്ളൂ. ആ ഒരു തിയറിയാണ് എന്തോന്ന്, വാലൻസ് ബോണ്ട് തിയറി. എന്താണ്, നമുക്ക് ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്ത് വേണം, ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് വേണം. അപ്പൊ അത് കൂടുതലായിട്ട് പഠിക്കുകയല്ല. അപ്പൊ വാലൻസ് ബോണ്ട് തിയറി നമുക്ക് ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ലാസ്റ്റ് എന്ത് വേണം, ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓവർലാപ്പിംഗ് നടക്കത്തുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഹൈബ്രിഡൈസേഷൻ നടക്കത്തുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഹൈബ്രിഡൈസേഷൻ എന്ന് വയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് അടുത്തതോട്ട് പോകുമ്പോൾ ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് നമുക്ക് എന്താണ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, ഹാഫ് ഫിൽഡ് ആണെങ്കിൽ വേറൊരു ആറ്റവുമായിട്ട് അത് ഓവർലാപ്പ് ചെയ്യും. അപ്പോഴാണ് വേറൊരു എലമെന്റ് അല്ലെങ്കിൽ വേറൊരു മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. ആ ഹൈബ്രിഡൈസേഷൻ നമുക്ക് sp ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, sp2 ഹൈബ്രിഡൈസേഷൻ, sp2-3 ഹൈബ്രിഡൈസേഷൻ, ഇങ്ങനെ കുറച്ച് നമ്മൾ നേരത്തെ പഠിച്ചില്ല അതിന്റെ ഷേപ്പുകൾ. അപ്പൊ sp-യുടെ ഷേപ്പ് എന്താണെന്നും sp2-യുടെ ഷേപ്പ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അതാണ് നമുക്ക് sp ഹൈബ്രിഡൈസേഷൻ, sp2 ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ് നമുക്ക് ഹൈബ്രിഡൈസേഷൻ ശരിയാവുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ നമുക്കൊരു ബെറീലിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സംയുക്തം എടുക്കാം. ഒരു എലമെന്റ് എടുത്തു നമ്മൾ. അതിന് നമുക്ക് നോക്കേണ്ട ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഹൈബ്രിഡൈസേഷന് മുൻപായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്താണെന്ന്, എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ എല്ലാം എടുക്കുന്നത് വാലൻസ് ഷെല്ലാണ്. ഇതിന് മസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഹൈബ്രിഡൈസേഷൻ ആയാലും വാലൻസ് ഷെല്ലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ വാലൻസ് ഷെല്ല് എടുക്കുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് ഹൈബ്രിഡൈസേഷനിൽ നിന്ന് നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ടും പിന്നെ നമുക്ക് ഹൈബ്രിഡൈസേഷനിലോട്ടും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തു നോക്ക്, ബെറിലിയം. നമുക്ക് ഫസ്റ്റ് ഒരു ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ആറ്റത്തിൽ നിന്നാണ്. അതായത് ഒറ്റയ്ക്ക് ഒരു സെൻട്രൽ ആറ്റത്തിലാണ് എന്ത് നടക്കുന്നത്, ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. ഇപ്പൊ ഇതിൽ തന്നെ സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ ഇത് മാത്രം, ഇതിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് അല്ലെ. അപ്പോൾ ഈ ആറ്റത്തിൽ ലോൺ പെയർ മാത്രം, അതായത് ലോൺ പെയർ ഇല്ലാത്തത്, ബോണ്ടിങ്ങിന് ഏർപ്പെടാൻ വേണ്ടി ഇതിൽ ഒരു ലോൺ പെയറും കാണത്തില്ല. കാരണം ബെറീലിയത്തിലെ നമുക്ക് 2 ക്ലോറിൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തായാലും ബോണ്ടിങ്ങിന് ഏർപ്പെടും. അപ്പോൾ അതിൽ ലോൺ പെയർ ഇല്ല. ഇതൊരു ലോൺ പെയർ അല്ല ആണെന്ന് തോന്നുന്നു ബെറീലിയം എന്ന് പറയുന്നത്. ഈ ബെറീലിയത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻട്രൽ ആറ്റത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈബ്രിഡൈസേഷൻ സാധ്യമാകാൻ പറ്റുന്നത്. അപ്പൊ ഇതിലെ ബെറീലിയത്തിന്റെ നമുക്ക് നോക്കാം, അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന 4 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്, 1s2 അല്ലെ. അപ്പോഴ് 1s2 അപ്പോഴത്തേക്ക് 4 ആയല്ലോ. അപ്പോഴതിൽ എന്ത് വന്നു, എസ് ഓർബിറ്റലും വന്നു, മാത്രമേ വന്നുള്ളൂ എസ് അല്ലെ. ബെറീലിയത്തിൽ എസ് എന്ന് പറയുന്ന സംഭവം വന്നു. നമ്മൾ ഇതിലെ ഗ്രൗണ്ട് സ്റ്റേജിലോട്ട് ഏൽക്കുമ്പോൾ നമുക്ക് 3 ബോക്സുകൾ നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഫസ്റ്റ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് നോക്കുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്, 1s2 2s2 അല്ലെ. ഇതാണ് നമ്മുടെ ബെറീലിയത്തിന്റെ എന്തോന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിവിടെ ഒറ്റയ്ക്കല്ല ബെറീലിയം ഉള്ള, 2 ക്ലോറിൻ ആറ്റം വേണം. നമ്മുടെ തിയറി അനുസരിച്ച് എന്താണ്, ഈ ബെറീലിയം ഓവർലാപ്പ് ചെയ്ത് ക്ലോറിനുമായിട്ട് ചേരണമെങ്കിൽ അതെന്തായിരിക്കണം, ഹാഫ് ഫിൽഡ് ആയിരിക്കണം എന്നാണ് നമ്മുടെ തിയറി പറയുന്നത്. ഇതിൽ നമ്മൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ 2s ഉണ്ട്. ഇത് എസ് ഓർബിറ്റൽ 2 ഓർബിറ്റൽ ബെറീലിയം ഫുൾ ഫിൽഡ് ആണ്. അപ്പൊ നമുക്ക് വേറൊരു ക്ലോറിൻ ആറ്റമായിട്ട് അവിടെ ഓവർലാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താണ്, ഇതിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഹൈബ്രിഡൈസേഷനിലോട്ട് മാറ്റാൻ. ഇത് 1s2 ബെറീലിയത്തിന്റെയാണ് എഴുതിയിരിക്കുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഹാഫ് ഫിൽഡ് ആയിരിക്കണമെങ്കിൽ ഈ ഒരു ഓർബിറ്റലിനെ, ഈ ഒരു ഇലക്ട്രോണിനെ നമ്മൾ എന്തോന്ന് ഇങ്ങോട്ടോട്ട് എന്ത് ചെയ്യണം, ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എന്താണ് ഷെയറിങ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒന്നിനെ നമ്മൾ എന്തോന്ന് ഷെയറിങ് ചെയ്യാം. അതാണ് നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മാറ്റുന്നത്. ദിസ് ഈസ് എ ഗ്രൗണ്ട് സ്റ്റേറ്റ്, റൈറ്റ്. ബെറീലിയത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് 1s2 2s2. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാഫ് ഫിൽഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇത് മാറ്റി ചെയ്ത് 2s2 നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് നമ്മൾ എടുക്കുന്നത് 2s2. നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഹാഫ് ഫിൽഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇവിടെ നിന്നുള്ള ഈ ഒരു ഇലക്ട്രോണിനെ നമ്മളെ ഇപ്പുറത്തോട്ട് ആക്കി അല്ലെ. അപ്പോഴേട്ടാ ഇവിടെ 2s1 ആയി, ഇവിടെ പിയിലുമായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 എസ് ഓർബിറ്റലും വന്നു, പി ഓർബിറ്റലും വന്നു, റൈറ്റ്. എന്തൊക്കെ വന്നു, എസ് ഓർബിറ്റലും വന്നു, പി ഓർബിറ്റൽ. നേരത്തെ അവിടെ 2s മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ 2 ഓർബിറ്റൽ നമുക്ക് വന്നു. ഏതൊക്കെയാണ്, എസ് ഓർബിറ്റൽ ആൻഡ് പി ഓർബിറ്റൽ. അപ്പൊ ഇതാണ് നോക്കേ, ഇത് ഹാഫ് ഫിൽഡ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് ഹൈബ്രിഡൈസേഷൻ ചെയ്യാൻ പറ്റും, ഓവർലാപ്പ് ചെയ്യാൻ പറ്റും. ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർലാപ്പ് ചെയ്ത് ഫുൾ ഫിൽഡ് ഓർബിറ്റലോട്ട് നമുക്ക് ബോണ്ടിങ്ങിന് ഏർപ്പെടാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു,
ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ബെറീലിയത്തിനെ നമ്മൾ എന്ത് ചെയ്തു, എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മാറ്റി ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്തു, വിട്ടുകൊടുത്തു അല്ലെ. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെയും എസിൽ ഒന്ന് ഹാഫ് ഫിൽഡ്, പി എസ് ഹാഫ് ഫിൽഡ്. ഓക്കെ, എസ് പി ആയി, എസ് പി അല്ലെ. അപ്പൊ നമുക്കറിയാം എസ് പിയുടെ ഷേപ്പ്, ഹാഫ് ഫിൽഡ് നമുക്ക് ഷേപ്പ് എന്ന് പറയണം. എസ് പിയുടെ ഷേപ്പ് എന്താ, സ്പെറിക്കൽ ഷേപ്പ്. അടുത്ത പിയുടേതാണെങ്കിൽ ഡംബൽ ഷേപ്പ്. അപ്പൊ രണ്ടും കൂടെ ചേരുമ്പോ എസ് പി ഷേപ്പ് എന്താണ്, ഒരു സ്പെറിക്കലും ഒരു ഡംബലും, ഇങ്ങനെ ഒരു ചെറിയ സ്പെറിക്കൽ ആൻഡ് 2 SP. അപ്പൊ നമുക്കിവിടെ രണ്ട് എന്ത് കിട്ടിയിട്ടുണ്ട്, എസ് പി കിട്ടിയിട്ടുണ്ട്. അതായത് എസ് ഓർബിറ്റലും എന്താ, ഒരു എസ് ഒരു പി കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഓവർലാപ്പ് ചെയ്ത് നമുക്ക് അതിന്റെ ഷേപ്പിലോട്ട് ഹൈബ്രിഡൈസേഷൻ ചെയ്ത് ആ ഷേപ്പിലോട്ട് നമുക്ക് വരുത്താൻ പറ്റും. നോക്കി നോക്കൂ, ഞാൻ അതിനെ എസ് പി ഓർബിറ്റലിന്റെ എസ് പി ഹൈബ്രിഡൈസേഷന് നമ്മള് ബെറീലിയം ക്ലോറൈഡ് നമ്മൾ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. നോക്കൂ, നമുക്ക് അപ്പൊ എന്ത് ചെയ്തു, ഓവർലാപ്പ് നമുക്ക് രണ്ടെണ്ണം വേണം അല്ലെ. അപ്പഴ് രണ്ടിടത്തോട്ട് എന്തിനാ മാറ്റണം, ക്ലോറിൻ രണ്ടെണ്ണം നമ്മൾ ഓവർലാപ്പ് ചെയ്യണം. അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു, ബെറീലിയം എസ് പി കിട്ടിയല്ലോ, രണ്ടായിട്ട് പോകാൻ വേണ്ടി നമ്മൾ 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 2 ബി എടുത്തു. അപ്പൊ നമ്മൾ എന്ത് വേണ്ട, ഇവിടെ ഒരു ബി ഇ എസ് പിയുടെ, അതായത് ഇത് എന്താണ്, എസ് ഓർബിറ്റൽ പി, അതായത് ഇവിടെ നിന്ന് ഒന്നെടുത്തു, ഇവിടെ നിന്ന് ഒന്ന് വരച്ചു വച്ചു ഫസ്റ്റ് നമ്മൾ. അപ്പോഴും ബി ആയേ. അപ്പൊ നമുക്ക് 2 ക്ലോറിൻ ആറ്റം നമുക്ക് എന്ത് ചെയ്യണം, ഓവർലാപ്പ് ചെയ്യണം, ബോണ്ടിങ്ങിലോട്ട് പോകണം, നമുക്ക് ഷേപ്പ് വരയ്ക്കണേ. അപ്പോഴെന്താണ്, ക്ലോറിനെ രണ്ടായിട്ടാക്കാൻ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും വേണം. നമുക്കറിയാം ഇങ്ങനെ ഒരു ഷേപ്പ് വരികയാണെങ്കിൽ എന്താണ്, അത് എസ് പി ഹൈബ്രിഡൈസേഷൻ ആണ്. എസ് പിയുടെ ഷേപ്പ് എപ്പോഴും എന്തായിരിക്കും, ലീനിയർ ഷേപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്തായിരിക്കും, ലീനിയർ ഷേപ്പ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, ഇതിപ്പോ എസ് പി വന്നു, നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം, ക്ലോറിനെ നമുക്ക് വരയ്ക്കണം. ലീനിയർ ആകുമ്പോൾ നമുക്ക് നേർരേഖയിലല്ലേ വരയ്ക്കേണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വേറൊരു പി ഓർബിറ്റൽ വരച്ചു. കണ്ടോ, ഇവിടെ ബെറീലിയത്തിന് ഇവിടെ ഒരു പി ഓർബിറ്റൽ വരച്ചു, ഇവിടെയും ഒരു പി ഓർബിറ്റൽ വരച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് ചാർജ് നമുക്കൊരു നെഗറ്റീവ് ചാർജും കിട്ടി, ഇവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. അപ്പൊ എന്ത് ചെയ്തു, എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷൻ തമ്മിൽ എന്ത് ചെയ്തു, ആകർഷിച്ച് ഒറ്റ മോളിക്യൂൾ ബെറീലിയം ക്ലോറൈഡ് ആയിട്ട് എന്ത് ചെയ്തു, ഫോം ചെയ്തു. ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്, ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, മിക്സിംഗ് ഓഫ് 2 മോളിക്യൂൾസ്, ഓർബിറ്റൽസ്, വ്യത്യസ്ത തരത്തിലുള്ള ഓർബിറ്റുകൾസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒറ്റ ഓർബിറ്റൽസ്, ഒറ്റ മോളിക്യൂൾസ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ഓർബിറ്റൽസ് എത്രയുണ്ട്, എസ് ഉണ്ടല്ലേ, എസിൽ എത്ര ഓർബിറ്റൽസ്, എത്ര ഇലക്ട്രോൺ കയറാം, 2. പിയില് 3 എണ്ണം ഉണ്ട് അല്ലെ, എസ് പി. അടുത്ത് ഡി അതേപോലെ ഉണ്ട്, ഡി എഫ്, എസ് പി ഡി എഫ്, ഇതെല്ലാം എന്താണ്, ഓർബിറ്റൽസ് ആണ്. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത് ഇപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ മിക്സിംഗ് ഓഫ് ഓർബിറ്റൽസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർബിറ്റൽസ് എല്ലാം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർബിറ്റൽസ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഒറ്റ മോളിക്യൂൾസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് പല പല ഷേപ്പിലോട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് പല പല എലമെന്റ്സ് കിട്ടുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിച്ച എക്സാമ്പിൾ എന്താണ്, ബെറീലിയം ക്ലോറൈഡ്. ബെറീലിയം ക്ലോറൈഡിന്റെ നമ്മൾ ഇവിടെ പഠിച്ചു. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ബെറീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് നമ്മൾ പഠിച്ചു, 4. അടുത്ത അതിനെ നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാണ്ട്, 4 1s2 2s2 റൈറ്റ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സബ് ഷെല്ലിൽ എത്രയാണ് വരുന്നത്, 2. അപ്പോൾ 1s2 4 ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഷെല്ല്, ഒന്നാമത്തെ ഷെല്ലില് എസ് ഓർബിറ്റൽ 2 എടുത്തു, രണ്ടാമത്തെ 2 എന്ന് പറയുന്ന രണ്ടാമത്തെ സബ് ഷെല്ലില് എസിൽ 2 എടുത്തു. അങ്ങനെ നമുക്ക് ബെറീലിയത്തിന് എന്ത് വന്നു, 2s2. ഫസ്റ്റ് നമ്മൾ സബ് ഷെൽ 1s എഴുതി, 1s2 ഫസ്റ്റ് ഷെല്ലിലെ 2 നമ്മൾ ഫുൾഫിൽ ചെയ്തു, സെക്കൻഡ് ഷെല്ലിൽ നമുക്ക് ഫുൾഫിൽ ചെയ്തു. നമുക്ക് VB തിയറി, ബാലൻസ് ബോണ്ട് തിയറി അനുസരിച്ച് എന്ത് ചെയ്യണം, എലമെന്റ്സ് ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത മോളിക്യൂൾസുമായിട്ട് ഓവർലാപ്പ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ അതിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴേ നോക്കിയേ, ഫസ്റ്റ് ഇതിനെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ഇത് 1s2 ആണ്, മനസ്സിലായോ. 2s2ലുള്ള ഇവിടെ ഇരുന്ന ആ സംഭവത്തിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രോൺ നമുക്ക് ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ ഹാഫ് ഫിൽഡ് ആക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടത്തെ ഒരു ഇലക്ട്രോൺ പിയിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, വിട്ടുകൊടുത്ത് SP ആയിട്ട് മാറി. ഹൈബ്രിഡൈസേഷൻ അപ്പോൾ എന്തായി, നമ്മൾ ഒരു എസിനെയും ഒരു പിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഒരുമിച്ച് ഓവർലാപ്പ് ചെയ്തു. അപ്പോഴെന്തായി, SP ഓർബിറ്റ് ആയിട്ട് മാറി. അപ്പോൾ എസിന്റെ സ്പേസ് എന്താണ്, സ്പെറിക്കൽ ഷേപ്പ് ആണ്. പിയുടെ എന്താണ്, എന്താണ്, ഡംബൽ ഷേപ്പ് ആണ്. അപ്പൊ അത് രണ്ടും കൂടെ ചേർന്നപ്പോൾ നമുക്ക് 2sp എന്ന് പറയുന്നത് എന്ത് കിട്ടി, ഒരു SP യും കിട്ടി അല്ലെ. അപ്പൊ 2 എണ്ണം നമുക്ക്
ഒരു എസ് പിയും കിട്ടി, ഒരു എസ് പിയും കിട്ടി, 2 SP കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ട് ഓരോ ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോറിനെ നമുക്ക് 2 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർലാപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? 2 SP ഒരു SP വരച്ചു, രണ്ടാമത്തെ SP വരച്ചു. നമുക്ക് 2 ക്ലോറിൻ ആറ്റമാണ് എന്ത് ചെയ്യേണ്ടത്? ലീനിയർ SP ഷേപ്പിലോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്ലോറിൻ ആറ്റത്തിൽ നമ്മുടെ ഡംബൽ ഷേപ്പ്. ക്ലോറിൻ ആറ്റത്തിന്റെ ലാസ്റ്റ് സബ്ഷെൽ എന്താണ് വരുന്നത്? അതെങ്ങനെയാ വരുന്നത്? ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17. കോൺഫിഗറേഷൻ എന്താണ്? 1s2 2s2 2p6 3s2 3p5. നോക്ക്, പി ആണല്ലേ വരുന്നത്. അപ്പൊ പി ഷേപ്പ് ഏതാ? ഡംബൽ ഷേപ്പാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഡംബൽ ഷേപ്പിൽ ഇവിടെ ക്ലോറിൻ ആറ്റം വരച്ച് നമ്മൾ അപ്പോൾ എന്താ ബെറീലിയം ക്ലോറൈഡ് ആയിട്ട് മാറ്റി. ഓക്കെ, ഇത് SP ഹൈബ്രിഡൈസേഷൻ ആണ്. അടുത്ത SP2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? SP2 ഹൈബ്രിഡൈസേഷൻ അതില് ഒരു SP-യും കാണും, ഒരു S-ഉം കാണും, P-യും കാണും അല്ലെ. നമ്മൾ നേരത്തെ SP-യിൽ നമ്മൾ എക്സൈറ്റഡ്, ഇതിൽ എന്താണ്? SP2 എന്ന് പറയുമ്പോൾ അപ്പോൾ 3 എണ്ണം കാണും അല്ലെ. അപ്പോൾ ഒരു SP-യും അപ്പോൾ 3 എണ്ണം കാണും. എന്ത് വരും ഇതില്? S കാണും, P കാണും അല്ലെ. അപ്പോൾ SP2 ആകുമ്പോൾ P-യില് 2 ഓർബിറ്റ് കാണാം. അപ്പോൾ എന്താന്ന് ഷേപ്പ് ആയിരിക്കും? ട്രൈഗണൽ ഷേപ്പ് ആയിരിക്കും വരയ്ക്കുന്നത്. നമ്മൾ നേരത്തെ വരച്ചില്ലേ ട്രൈഗണൽ ഷേപ്പ്, അതായിരിക്കും നമ്മൾ ഈ ഓർബിറ്റ് രൂപത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ട്രൈഗണൽ ഷേപ്പ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യം നിങ്ങൾ എന്ത് ചെയ്ത? SP ഓർബിറ്റൽ നല്ലതുപോലെ വരച്ചു നോക്കണം. നെക്സ്റ്റ് ട്രൈഗണൽ ഷേപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഓർബിറ്റൽ ഷേപ്പ് നമ്മൾ വരച്ചില്ലേ ഇവിടെ? ട്രൈഗണൽ. അപ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരിക്കൽ വരച്ച് നോക്കിയതിനു ശേഷം അതിന്റെ ഷേപ്പ് എന്ത് ചെയ്യുക? ട്രയാങ്കിൾ ആയിട്ട് വരയ്ക്കുക. അതിന്റെ മുകളിൽ എന്ത് ചെയ്യുക? നമുക്ക് എഴുതാനുള്ള സബ്ഷെല്ല്, അടുത്ത് എഴുതാനുള്ള ഓർബിറ്റൽസിന്റെ വരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഷേപ്പ് ആവും. കണ്ണും അടച്ചുകൊണ്ട് നമ്മൾക്ക് ഫസ്റ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് കാണാതെ പഠിക്കേണ്ടത് SP ഓർബിറ്റലിന്റെ ഷേപ്പ് എന്താ, SP2ന്റെ, SP3യുടെ, SP3Dയുടെ ഇതിന്റെയൊക്കെ ഷേപ്പ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഹൈബ്രിഡൈസേഷനിലോട്ട് പോവുക. ഓക്കെ, അതൊരു കുറച്ച് വൈൽഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ കമന്റ് രൂപത്തിലോ പ്രത്യേകിച്ച് ഹൈബ്രിഡൈസേഷൻ മാത്രമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ചാപ്റ്ററിൽ ഞാൻ ബ്രീഫായിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോയതാണ്. നിങ്ങൾക്ക് നല്ല കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് രൂപത്തിൽ വിളിച്ചോ പറഞ്ഞാൽ ഞാൻ ഹൈബ്രിഡൈസേഷന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ബോണ്ട് ഓർഡർ പഠിച്ചു, ബോണ്ട് ലെന്ത് പഠിച്ചു, ബോണ്ട് ആംഗിൾ പഠിച്ചു, ബോണ്ട് എൻതാൽപ്പി പഠിച്ചു. ഇതെല്ലാം ഓർമ്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അടുത്ത പിന്നെ നമ്മൾ എന്തോന്ന് പഠിച്ചു? BS-CPR തിയറി പഠിച്ചു അല്ലെ. വെസ്പർ തിയറി പഠിച്ചു. ആ വെസ്പർ തിയറിയിൽ എന്തൊക്കെയാണ് റിപ്പൽഷൻ ചെയ്യണേന്ന് നമ്മൾ പഠിച്ചു. അടുത്ത BB തിയറി പഠിച്ചു, വാലൻസ് ഷെൽ തിയറി പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ ഹൈബ്രിഡൈസേഷനും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് വരേണ്ടത്. ഞാൻ നേരത്തെ ഒന്ന് എടുത്ത് പറഞ്ഞത് എന്താണ്? ഒന്നിന്റെ യൂണിറ്റാ പറഞ്ഞത്. ബോണ്ടിൽ എന്തിന്റെ യൂണിറ്റ്? പിക്കോമീറ്റർ ആണ്. അതൊരിക്കലും മറന്നു പോകരുത് ചേട്ടാ. ചിലപ്പോൾ ഓൺവേഡായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചാപ്റ്റർ, അതായത് കെമിക്കൽ ബോണ്ടിങ്ങിൽ നമ്മൾ കുറച്ച് പോർഷൻസ്, അതായത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ള കുറച്ച് ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളത് ടെക്സ്റ്റ് വായിച്ച് നോക്കണം നന്നായിട്ട്. ഓക്കെ, ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം നിങ്ങളത് അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ ഇടാൻ പറയുക, അല്ലെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കുക. മുമ്പത്തെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ ചില കുട്ടികൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചിലവർ മനസ്സിലായില്ല, അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മറക്കാതെ തന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമുക്ക് അടുത്തുള്ള അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് കെമിസ്ട്രിയിലെ അടുത്ത തിയറി പോർഷൻ ആണ്. നമ്മൾ TMA പോർഷൻസ് ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, നമ്മൾ തിയറി പോർഷൻസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. TMA നമ്മൾ നോക്കുന്നത്, TMA നിങ്ങൾക്ക് അസൈൻമെന്റിനുള്ളതാണ്. അപ്പോൾ നമ്മൾ NaOSന്റെ അടുത്ത കെമിസ്ട്രിയിലെ അടുത്ത പോർഷൻ തിയറി ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ ഇത്രയും പറഞ്ഞ ടോപ്പിക്കുകളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.